ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സോളാർ ഇൻസ്റ്റലേഷനിൽ നമ്മൾ ഇതിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു 2 month മുന്നേ നമ്മൾ എടുത്ത വീഡിയോ ആണ്. സോ നമ്മൾ അതിന്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. സോ അതിനുശേഷം നമുക്ക് ഈ 2 month കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സോളാറിന്റെ ബില്ല് വന്നിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു 3 kilowatt സോളാർ പാനലാണ്. അപ്പോൾ അദാനി എന്ന ബ്രാൻഡിന്റെ പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് നമ്മുടെ ആ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റലേഷൻ വീഡിയോയിലോട്ട് പോകാം. അതിനുശേഷം അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്സുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ആദ്യത്തെ ദിവസം രാവിലെ തന്നെ സ്ട്രക്ചർ വർക്കിനുള്ള സാധനങ്ങളൊക്കെ അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ വന്ന വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ മൊത്തം 3 ദിവസങ്ങളായിട്ടാണ് ഈ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം അതിൽ ഫുള്ളായിട്ട് സ്ട്രക്ചർ വർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ റൂഫിന് മുകളിലായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും ഈ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്ട്രക്ചറിന്റെ ഒരു ഏകദേശ രൂപങ്ങളൊക്കെ അവരാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. റൂഫ് ചെയ്തിരിക്കുന്ന ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിലെ മെയിൻ സ്ട്രക്ചറിൽ നിന്ന് വെൽഡ് ചെയ്തിട്ടായിരുന്നു അവർ ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ടൈപ്പിലുള്ള മെറ്റൽ പൈപ്പുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം അതുപോലെ തന്നെ അത് ഫുള്ള് പെയിന്റ് അല്ല പ്രൈമർ ചെയ്തതിന് ശേഷമാണ് അവർ ആക്ച്വലി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറിന്റെ. ഇപ്പോൾ വിഷ്വൽ കാണുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിന്റെ അവസാന ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം അവർ പ്ലാൻ ചെയ്തിരുന്നത് എർത്തിങ്ങിന്റെ അതുപോലെ തന്നെ ഈ വയറിങ്ങിന്റെ ഒക്കെ വർക്കുകളാണ് സെക്കൻഡ് ഡേ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അവർ രാവിലെ തന്നെ എർത്തിന് വേണ്ടിയിട്ടുള്ള ഹോളുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി തന്നെ ടൈല് പാവിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ടൈല് കട്ട് ചെയ്തിട്ട് ആ സൈഡ് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ദെൻ നമുക്ക് ഒരു സൈഡിൽ 2 എർത്തിങ്ങും ദെൻ വീടിന്റെ അടുത്ത വശത്ത് ഒരു എർത്തിങ്ങും ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ മുകളിൽ കൂടെയായിരുന്നു അവർ ആ സൈഡിലോട്ടുള്ള എർത്തിങ്ങിന്റെ ആ ഒരു കോപ്പർ കമ്പിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു വശം മണ്ണായതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ എർത്തിങ്ങിന്റെ വർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ആദ്യത്തെ സൈഡ് മാത്രമായിരുന്നു അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ടൈലൊക്കെ കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അടുത്ത ടൈലൊന്നും ഇഷ്യൂസ് ഉണ്ടാവാത്ത രീതിയിലായിരുന്നു അവരത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവർക്ക് ഈ ഒരു എർത്തിങ്ങിന്റെ വർക്കിന് പുറമെ തന്നെ നമ്മുടെ ഒരു ഇൻവെർട്ടറും അതുപോലെ MPPT അതെല്ലാം വെക്കുന്നതിനുള്ള സ്ഥലങ്ങളെല്ലാം ഡ്രില്ല് ചെയ്യുകയും അപ്പോൾ അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം ഫിറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും അവരവരുടെ അസൈൻ ചെയ്ത ടാസ്കുകളും കാര്യങ്ങളും എല്ലാം ഒരു ലാഗ് ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എർത്തിന്റെ ഹോളുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ടൈലിനൊന്നും വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകാത്ത രീതിയിലായിരുന്നു അവരതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ആക്ച്വലി നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നോക്കുന്നത് പോലെ തന്നെ നമ്മൾ പല കമ്പനീസിന്റെ പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടും ദെൻ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ഇവരായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. ദെൻ അമ്മയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു ആക്ച്വലി ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും പുള്ളിയായിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഷെയർ ചെയ്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. ഞങ്ങൾ ഏതായാലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ വർക്കിൽ. അപ്പോൾ മൂന്നാമത്തെ ദിവസമായിരുന്നു നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ദിവസമായിരുന്നു എല്ലാത്തിൻ്റെയും കണക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ദെൻ KCB ആയിരിക്കും നമുക്ക് ബൈ ഡയറക്ഷണൽ മീറ്റർ വെച്ചിട്ട് കണക്ഷൻ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസം ഇവരുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5 days കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് KCBയിൽ നിന്ന് ഡയറക്റ്റ് ബൈ ഡയറക്ഷണൽ മീറ്ററുമായിട്ട് അവർ വന്ന് കണക്ഷൻ അപ്പ് ചെയ്ത് തന്നത്. ഇനി 2 monthsന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ആണ്. സോ അപ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ 2 monthന് ശേഷമുള്ളതാണ്. അപ്പോൾ ഈ 2 monthന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക് ആവറേജ് ഒരു 16 യൂണിറ്റ്സ് ആണ് ഡെയിലി പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ വെതർ കണ്ടീഷനിൽ ചില ദിവസങ്ങളിൽ 17.5ഉം 18 വരെയൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട്.
അത് ഈ പറയുന്ന പോലെ പവർ കട്ട് ഇല്ലാതെയും അതുപോലെ തന്നെ ഈ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ KSEBിൻ്റെ യൂസേജ് ചാർട്ട്. അപ്പോൾ ഇതിൽ കാണാം നമുക്ക് അറൗണ്ട് 11,000 വരെയൊക്കെ ബില്ല് വന്നിട്ടുണ്ട്. ദെൻ പിന്നെ അത് കുറയുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് വീണ്ടും കൂടുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറേ റൂഫിങ്ങും പിന്നെ BLDC ഫാനൊക്കെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ കുറച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു യൂസേജ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സോളാറിലോട്ട് പ്ലാനിൽ വന്നത്. അപ്പോൾ സോളാർ നമ്മൾ ഡിസംബറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ബൈ മന്തിൻ്റെ ബിൽ കാൽക്കുലേഷൻ ആയിരുന്നു. സോ ദെൻ ജാനുവരിയിൽ വന്ന ബില്ല് നമുക്ക് അറൗണ്ട് 1 മാസത്തെ ബാലൻസ് KSEBിൻ്റെ യൂസേജ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് ഫെബിൽ വന്ന ബില്ലെന്ന് പറയുമ്പോൾ നമുക്ക് 190 ആണ് നമ്മുടെ ബിൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷനും വരുന്നുണ്ട്. അറൗണ്ട് ഒരു 251 യൂണിറ്റ്സ് വരെ നമ്മുടെ ബാങ്കിങ് യൂണിറ്റ് ആയിട്ട് ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും സോളാർ വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി അമ്മയുടെ ഫ്രണ്ട് ജയചന്ദ്രൻ അങ്കിളിന് ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട് ഈ അവസരത്തിൽ. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സോളാർ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്കതിൽ റിപ്ലൈ ചെയ്യാം. സോ അപ്പോൾ എനിവേ നെക്സ്റ്റ് ഒരു വീഡിയോയിലോട്ട് കാണുന്നത് വരെ ബൈ.